Hi children, നമ്മൾ ഇന്ന് The Ballad of Father Gilligan എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കവിത എഴുതിയത് അയർലൻഡിലെ പ്രശസ്തനായ 20ാം നൂറ്റാണ്ടിലെ കവിയായ W.B. Yeats ആണ്. അദ്ദേഹത്തിന് 1923 സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ. ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ബാലഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാൻസുകളിൽ ഒരു കഥ പറയുന്ന രീതിയിൽ എഴുതുന്ന കവിതയാണ് ബാലഡ് എന്ന് പറയുന്നത്. ആ കവിത വായിക്കുമ്പോൾ നമുക്കൊരു കഥ പറഞ്ഞു തീർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. വടക്കൻ പാട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ ഉണ്ണിയാർച്ച, അതുപോലെ തച്ചോളി ഉദയനൻ, ഇതുപോലുള്ള ധീര യോദ്ധാക്കളുടെയും ധീര വനിതകളുടെയൊക്കെ കഥകൾ പാട്ടിൻ്റെ രൂപത്തിൽ പറയുന്നതാണ് വടക്കൻ പാട്ടുകൾ. അതേ രീതിയിലുള്ള ഒരു കാര്യമാണ് ബാലഡ്. അപ്പം ബാലഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റാൻസയിൽ കഥ പറയുന്ന രീതിയിൽ എഴുതുന്ന കവിതയാണ് ബാലഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു വൃദ്ധ പുരോഹിതനായ ഫാദർ ഗില്ലിഗണിൻ്റെ കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ നമ്മൾ എന്തായിട്ട് പഠിക്കുന്നു? ഒരു കവിതയുടെ രൂപത്തിൽ പഠിക്കുകയാണ്. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ. നമുക്ക് കവിതയിലോട്ട് കടക്കാം. വൃദ്ധ പുരോഹിതനായ പീറ്റർ ഗില്ലിഗൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമധേയം. പീറ്റർ ഗില്ലിഗൺ. വൃദ്ധ പുരോഹിതനായ പീറ്റർ ഗില്ലിഗൺ വളരെ വെയറി ആൻഡ് ടയർഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ മിക്ക ആളുകളും, ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയിലെ ആളുകൾ, പള്ളി ഇടവകയാണ് പാരിഷ് എന്ന് പറയുന്നത്. അപ്പം തൻ്റെ പള്ളി ഇടവകയിലെ ആളുകൾ പകുതിയിലേറെ പേരും ഒരു മഹാമാരി അവിടെ പുറപ്പെട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഈ കോവിഡ് പോലെ ഒരു മഹാമാരി ആ പ്രദേശത്ത്, അയർലൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അയർലൻഡിലെ ഗ്രാമീണ പ്രദേശത്ത് ഉള്ള ആളുകളുടെ ദാരിദ്ര്യവും അതീവ തീവ്രമായ മതവികാരങ്ങളുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അയർലൻഡിലെ ഗ്രാമീണ പശ്ചാത്തലമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തൻ്റെ പള്ളി ഇടവകയിലെ ആളുകളെയാണ് ഫ്ലോക്ക് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അച്ഛനെ, അതായത് പുരോഹിതനെ, ഒരു ആട്ടിടയനായിട്ടും, ആട്ടിടയൻ്റെ കീഴിൽ ഒരുപാട് ആടുകൾ കാണുമല്ലോ മേയ്ക്കാനായിട്ട്. അപ്പം ആ ആടുകളെ ആണ് പള്ളിയിലെ ഇടവകയിലെ ആളുകളെയാണ് ഈ ആട്ടിൻകൂട്ടമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് ആട്ടിൻകൂട്ടങ്ങളല്ല. ഫ്ലോക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പള്ളി ഇടവകയിലെ ആളുകളെയാണ്. അപ്പം ഈ വൃദ്ധ പുരോഹിതൻ വളരെ ക്ഷീണിതനും ജോലി ചെയ്ത് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. ക്ഷീണവും വളരെയധികം അവശനുമാണ് അദ്ദേഹം. കാരണം തൻ്റെ ഇടവകയിലെ ആളുകൾ, അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്, പകുതിയിലേറെ പേരും ഈ മഹാമാരി പിടിപെട്ട് മരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും മണ്ണിനടിയിൽ മരിച്ചു കിടക്കുകയാണ്. കുറച്ചു പേര് കട്ടിലിൽ രോഗശയ്യയിൽ കിടക്കുകയാണ്. കുറച്ച് പേര് മണ്ണിനടിയിൽ പച്ച പുല്ലോട് കൂടിയ കട്ടയാണ് ഗ്രീൻ സോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം പള്ളി ഇടവകയിലെ പകുതി ആളുകളും രോഗശയ്യയിൽ കിടക്കുകയാണ് മഹാമാരി പിടിപെട്ട്. ബാക്കി കുറേ പേര് മണ്ണിനടിയിൽ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നാണ്. ഗ്രീൻ സോട്ട്സ് എന്ന് പറഞ്ഞാൽ പച്ച പുല്ലോട് കൂടിയ മൺകട്ട.
മണ്ണിനടിയിൽ മരിച്ചു കഴിഞ്ഞു കിടക്കുകയാണ്. പകുതിയോളം ആളുകൾ രോഗശയ്യയിലും മഹാമാരി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു സായങ്കാലത്ത് വൈകുന്നേരം ആയപ്പോൾ ഇദ്ദേഹം ജോലിഭാരം കാരണം ഇങ്ങനെ കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങിയാണ്. നോടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ. എന്നിട്ടിരുന്ന് ഉറക്കം തൂങ്ങിയാണ് ഒരു കസേരയിലിരുന്ന് ഈ വൃദ്ധ പുരോഹിതനായ പീറ്റർ ഗില്ലിഗൻ ഈ കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങിയാണ്. അപ്പോൾ ഒരു സാധു മനുഷ്യൻ അച്ഛനെ വിളിക്കാനായിട്ട് ആളിനെ വിട്ടു. ആ സാധു മനുഷ്യൻ മരിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പം അച്ഛൻ എത്രയും വേഗം വരണം എന്ന് അറിയിച്ചുകൊണ്ട് ഒരാൾ അവിടെ ദൂതുമായിട്ട് എത്തി. അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ ദുഃഖിതനായി. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഇടവകയിലെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് യാതൊരുവിധ വിശ്രമമോ സമാധാനമോ സന്തോഷമോ ഇല്ല എന്ന് അദ്ദേഹം പെറുപിറുത്തു. ആര്? ഈ വൃദ്ധ പുരോഹിതൻ. ഇടവകയിലെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സമാധാനമോ വിശ്രമമോ അല്ലെങ്കിൽ സന്തോഷമോ ഇല്ല. ഇങ്ങനെ ഇദ്ദേഹം പെറുപെറുത്തിട്ട് പെട്ടെന്നാണ് അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് കിട്ടിയത്. ഒരു പുരോഹിതനായ താൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഉടനെ തന്നെ അദ്ദേഹം ദൈവത്തിനോട് ക്ഷമ ചോദിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, എൻ്റെ തളർന്ന ശരീരമാണ് ഇപ്രകാരം പറഞ്ഞത്, അല്ലാതെ എൻ്റെ മനസ്സല്ല ഇപ്രകാരം പറഞ്ഞത്. ഇടവകയിലെ ആളുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സമാധാനമോ വിശ്രമമോ സന്തോഷമോ ഇല്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. തളർന്നിരിക്കുന്ന എൻ്റെ ശരീരമാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൃദ്ധ പുരോഹിതൻ ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു കസേരയിൽ മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് ഒരു കസേരയിൽ ചാരി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നങ്ങ് ഉറക്കമായി. അപ്പം സായംകാലം വയലുകളിൽ നിന്നൊക്കെ പോയി നേരം ഇരുട്ടാൻ തുടങ്ങി. നക്ഷത്രങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. അത് ക്രമേണ ദശലക്ഷമായി ആകാശത്ത് നിറഞ്ഞു. ഇലകളൊക്കെ കാറ്റിൽ ഇളകാൻ തുടങ്ങി. രാത്രിയുടെ നിഴലുകൊണ്ട് ദൈവം ഭൂമിയെ പൊതിഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഈ ക്ഷീണം കാരണം ഈ അച്ഛൻ കസേരയിൽ മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ചാരിയിരുന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. അപ്പം എന്താണ്, സായംകാലം വയലിൽ നിന്നൊക്കെ പോയി. അങ്ങനെ ഇരുട്ട് വ്യാപിച്ചു. നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. അത് ക്രമേണ ദശലക്ഷമായി ആകാശത്ത് നിറഞ്ഞു. ഇലകൾ കാറ്റിൽ ഇളകി ആടാൻ തുടങ്ങി. രാത്രിയുടെ നിഴല് കൊണ്ട് ദൈവം ഭൂമിയെ പൊതിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് മാനവരാശിയോട് എന്തോ മന്ത്രിച്ചു. ദൈവം മാനവരാശിയോട് എന്തോ മന്ത്രിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കുരുവികൾ ചിലയ്ക്കാൻ തുടങ്ങി. നിശാശലഭങ്ങൾ ഒന്നുകൂടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അച്ഛൻ പുരോഹിതൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും നിലത്ത് നിവർന്നു നിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് നേരം വെളുത്തു. കുരുവികളൊക്കെ വീണ്ടും ചിലയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നിശാശലഭങ്ങൾ ഒന്നുകൂടി വന്നിട്ട് പോയി. നേരം വെളുക്കാറായപ്പോൾ നിശാശലഭങ്ങൾ ഒന്നുകൂടി വന്നിട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും നിലത്ത് നിവർന്നു നിൽക്കുകയും ചെയ്തു. മാഗ്രോൺ എന്ന് പറഞ്ഞാൽ കഷ്ടം
ആ രോഗശയ്യയിൽ കിടന്ന ആള് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയ നേരത്ത് ആ ആള് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അച്ഛൻ പെട്ടെന്ന് ബോധം ഉണ്ടാവുകയും തൻ്റെ കുതിരയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും അലക്ഷ്യമായിട്ട് ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് കുതിച്ചു പായുകയും ചെയ്തു. അദ്ദേഹം വളരെ അലക്ഷ്യമായിട്ടാണ് കുതിരയെ ഉണർത്തിയിട്ട് ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പാഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ വീട്ടിലേക്ക് അലക്ഷ്യമായിട്ട് വൃദ്ധ പുരോഹിതൻ കുതിരയെ പായിച്ചു പോവുകയാണ്. പിന്നെ ഇതുവരെയും സവാരി ചെയ്യാത്ത രീതിയിലാണ്, അലക്ഷ്യമായിട്ടാണ് കല്ല് നിറഞ്ഞ ഇടവഴികളിലൂടെയും, റോക്കി ലേൺ എന്ന് പറഞ്ഞാൽ കല്ല് നിറഞ്ഞ ഇടവഴികളിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയൊക്കെ അച്ഛൻ കുതിരയെ ഓടിച്ച് പോയത്. എത്രയും പെട്ടെന്ന് ആ വീട്ടിലെത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ പുരോഹിതന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ അശ്രദ്ധയോടെ അലക്ഷ്യമായി ഇന്നുവരെയും കുതിരയെ പായിച്ചിട്ടില്ലാത്ത രീതിയിൽ വളരെ അശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം കുതിരയെ കല്ല് നിറഞ്ഞ ഇടവഴികളിലൂടെയും ചതുപ്പ് നിലങ്ങളിലൂടെയും പായിച്ചത്. അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എത്രയും പെട്ടെന്ന് ആ ആളിൻ്റെ വീട്ടിൽ എത്തണം. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ ഭാര്യ കതവ് തുറന്നിട്ട് പറഞ്ഞു, വൃദ്ധ പുരോഹിത, താങ്കൾ വീണ്ടും വന്നു എന്നാണ് അവർ ചോദിച്ചത്. അപ്പം അച്ഛൻ അവരോട് ചോദിച്ചു, ആ രോഗിയായ മനുഷ്യൻ മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അദ്ദേഹം 1 മണിക്കൂർ മുമ്പ് മരിച്ചു. 1 മണിക്കൂർ മുമ്പേ മരിച്ചു കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ ദുഃഖത്താൽ പീറ്റർ ഗില്ലിഗൺ എന്ന് പറയുന്ന വൃദ്ധ പുരോഹിതൻ ദുഃഖത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്താണ് കാരണം? തൻ്റെ പാളിച്ച കൊണ്ടാണ് അന്തിമ കുദാശ, അതായത് മരിക്കാൻ പോകുന്ന ആളിന് അന്തിമ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ. താൻ സമയത്തെത്താത്തത് കൊണ്ട് അന്തിമ കർമ്മങ്ങളൊന്നും കിട്ടാതെയാണല്ലോ ആ പാവം മനുഷ്യൻ മരിച്ചത് എന്നോർത്ത് ദുഃഖിച്ച് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വേഡ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തോടെ നടക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ, മരിച്ച ആളിൻ്റെ ഭാര്യ പറയാണ്, അച്ഛൻ ഇവിടെ നിന്ന് പോയ ഉടനെ തന്നെ ആ ആള്, മരിക്കാൻ കിടന്ന ആള് തിരിഞ്ഞു കിടക്കുകയും മരിക്കുകയും ചെയ്തു. ഏതുപോലെ? ആഹ്ലാദത്തോടെ ഒരു പക്ഷിയെപ്പോലെ അദ്ദേഹം തിരിഞ്ഞ് കിടന്ന് മരിക്കുകയാണ് ചെയ്തത് അച്ഛൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം. ഈ വാക്ക് കേട്ടപ്പോൾ അച്ഛൻ കുമ്പിട്ട് ഇരുന്നു പോയി. കാരണം അത്രയും നന്ദിയാണ് ദൈവത്തിനോട് അച്ഛന് ഉള്ളത്. കാരണം തൻ്റെ അഭാവത്തിൽ തനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റില്ല അന്തിമ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം തൻ്റെ അഭാവത്തിൽ അച്ഛനെ പോലെ രൂപസാദൃശ്യമുള്ള വേറൊരാളിനെ ദൈവം അവിടെ അയച്ചല്ലോ എന്നോർത്തപ്പോൾ അച്ഛൻ അവിടെ കുമ്പിട്ട് ഇരുന്നു പോയി. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ക്ഷീണിക്കുകയും അതുപോലെ തന്നെ രക്തം വാർക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് വേണ്ടി നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി ആരാണോ സൃഷ്ടിച്ചത്, ആ സ്രഷ്ടാവ് തൻ്റെ മാലാഖമാരിൽ ഏറ്റവും വലിയ ഒരു മാലാഖയെ തൻ്റെ അഭാവത്തിൽ തനിക്ക് ആവശ്യമായിട്ട് വന്നപ്പോഴേക്കും താഴേക്ക് അയക്കുകയും ആ മരിക്കാൻ കിടന്ന ആളിന് അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ദൈവം. അപ്പം ക്ഷീണിച്ചിരിക്കുകയും രക്തം വാർക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് വേണ്ടി നക്ഷത്രങ്ങളുടെ രാത്രി സൃഷ്ടിച്ചവൻ ആരാണ്? ദൈവം. ആ ദൈവം തൻ്റെ മാലാഖമാരിൽ വലിയവനായ ഒരു മാലാഖയെ താഴോട്ടയക്കുകയും തൻ്റെ അസാന്നിധ്യത്തിൽ
ആ മരിക്കാൻ കിടക്കുന്ന ആളിന് അന്തിമ കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ആരാണ്? ദൈവം. ഇനി ഗ്രഹങ്ങളുടെ സംരക്ഷണത ആരുടെ കയ്യിലാണോ? ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ. ഗ്രഹങ്ങളുടെ സംരക്ഷണം ആരുടെ കയ്യിലാണോ ആരാണ് കടും നീല നിറത്തിലുള്ള ചുവപ്പ് മേലങ്കി അണിഞ്ഞിരിക്കുന്നത്? അതാരാണ്? ദൈവം. കടും നീല നിറത്തോടു കൂടിയുള്ള ചുവപ്പ് മേലങ്കി ആരാണോ അണിഞ്ഞിരിക്കുന്നത് ആ നല്ലവനായ സ്രഷ്ടാവ് കസേരയിൽ ഇരുന്നുറങ്ങിപ്പോയ നിസ്സാരനായ എന്നെപ്പോലെയുള്ള ഒരാളിനെ സഹായിക്കാൻ ആളിനെ അയച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ വൃദ്ധ പുരോഹിതൻ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അപ്പം ആരുടെ സംരക്ഷണതയിലാണോ ഗ്രഹങ്ങളുള്ളത്, ആരാണോ കടും നീലയും ചുവപ്പും നിറമുള്ള മേലങ്കി അണിഞ്ഞിരിക്കുന്നത് ആ സ്രഷ്ടാവ് എന്ത് ചെയ്തു? കസേരയിലിരുന്ന് ഉറങ്ങിപ്പോയ നിസ്സാരനായ എന്നെപ്പോലെയുള്ള ഒരാളിനെ പോലും അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചു. എങ്ങനെയാണ്? അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനെ പോലെ രൂപസാദൃശ്യമുള്ള വേറൊരാളിനെ മരിക്കാൻ കിടന്ന ആളിന് അന്തിമ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു ദൈവം. അപ്പം ആ ദൈവത്തിൻ്റെ മഹാത്മ്യം വാഴ്ത്തിക്കൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പം അവസാനത്തെ നിസ്സാരനായ എന്നെപ്പോലെയുള്ള ഒരാൾ, കസേരയിൽ ഇരുന്നുറങ്ങിയ നിസ്സാരനായ എന്നെപ്പോലെയുള്ള ഒരാൾ എന്നവിടെ പുരോഹിതൻ്റെ ആ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആ പുരോഹിതൻ അത്രയും എളിമയുള്ള ആളും അത്രയും കടുത്ത ദൈവവിശ്വാസിയുമായിരുന്നു. അദ്ദേഹം തൻ്റെ ഇടവകയിലെ ആളുകൾക്ക് നിസ്വാർത്ഥമായ സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്ഷീണം കാരണം അദ്ദേഹം ഒരു ദുർബല നിമിഷത്തിൽ ഉറങ്ങിപ്പോവുകയും മരിക്കാൻ കിടന്ന ആളിന് അന്തിമ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ പ്രപഞ്ച സ്രഷ്ടാവ്, ഗ്രഹങ്ങളുടെ നാഥനും ചുവപ്പും നീലയും നിറമുള്ള മേലങ്കി അണിഞ്ഞിരിക്കുന്ന സ്രഷ്ടാവും ക്ഷീണിതരെയും അതുപോലെ തന്നെ രക്തം വാർക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവം തൻ്റെ മാലാഖമാരിൽ ഒരാളെ, ഏറ്റവും വലിയവനായ ദൈവം തൻ്റെ മാലാഖമാരിൽ ഒരാളെ താഴോട്ട് അയക്കുകയും കൃത്യസമയത്ത് തന്നെ മരിക്കാൻ കിടക്കുന്ന ആളിന് അന്തിമ കർമ്മങ്ങൾ ഒരുക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. ഇത്രയാണ് ഈ കവിത. ഇനി നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിൽ അപ്രീസിയേഷൻ എഴുതാൻ വരും. ഇപ്പം ആദ്യം ഇതൊരു ബാലഡ് ആണെന്ന് എഴുതണം. ഇത് 12 stanza ഉണ്ട്. ദിസ് പോയം is written in the form of a ballad. It consists of 12 stanzas with 4 lines each. The rhyme scheme is ABCB. Rhyme scheme ABCB ആണ്. എല്ലാ വരികളിലെയും രണ്ടാമത്തെയും നാലാമത്തെയും അവസാനത്തെ വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ്. എല്ലാ വരികളിലെയും എല്ലാ സ്റ്റാൻസയിലെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിലെ അവസാനത്തെ വാക്കുകൾ മാത്രമാണ് പ്രാസമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ റൈം സ്കീം ABCB എന്ന് വന്നത്. പിന്നെ ആലിട്രേഷൻ ഉണ്ട്. കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത് വരുന്നത്. വാസ് വെറി, അവിടെ W അടുത്തടുത്ത് വരുന്നുണ്ട്. ഹി ഹാത്ത്, അവിടെ H അടുത്തടുത്ത് വരുന്നുണ്ട്. ഫ്രം ദ ഫീൽഡ്സ്, അവിടെ F അടുത്തടുത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ആലിട്രേഷൻ ഉദാഹരണങ്ങളാണ്. റൈം സ്കീം എന്ന് പറയുമ്പോൾ ABCB. എല്ലാ സ്റ്റാൻസയിലെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിലെ അവസാനത്തെ വാക്കാണ് റൈമിംഗ് ആയിട്ട് വരുന്നത്. ABCB ആണ് റൈം സ്കീം. ആലിട്രേഷൻ വാസ് വെറി, ഹി ഹാത്ത്, ഫ്രം ദ ഫീൽഡ്സ്. കോൺസണന്റ് സൗണ്ട്സ് അടുത്തടുത്ത് വരുന്ന കാര്യങ്ങളാണ് ആലിട്രേഷൻ. ഇനി അസണൻസ്, ഒരു വാക്കിൻ്റെ നടുക്ക് വവൽ സൗണ്ട്സ് അടുത്തടുത്ത് വരുന്ന നോക്കണം.
ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. അവിടെ ഐ എന്നുള്ള വവൽ സൗണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. പീപ്പിൾ, ഈ, ഡൈ, ഐ, ഈയും ഐയും ഈ രണ്ട് വവലും അവിടെ അടുത്തടുത്ത് വാക്കുകളുടെ നടുക്ക് വരുന്നുണ്ട്. അങ്ങനെ അടുത്തടുത്ത് വാക്കുകളുടെ നടുക്ക് വവൽ സൗണ്ട്സ് വരികയാണെങ്കിൽ അത് അസണൻസ് ആണ്. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ അത് അസണൻസ് ആണ്. ഇനി ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ, ആ വരി പല സ്റ്റാൻസുകളിലും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആവർത്തിച്ച് വരുന്ന വരികളെ റിഫ്രൈൻ എന്ന് പറയും. ആവർത്തിച്ച് ഏത് വരിയാണോ വരുന്നത്, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ഏതെങ്കിലും വരി വരികയാണെങ്കിൽ അതിനെ റിഫ്രൈൻ എന്ന് പറയും. ഇവിടെ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ എന്നുള്ള ആ വരി ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ റിഫ്രൈൻ എന്ന് പറയും. പിന്നെ ദ സ്റ്റാർസ് ഗ്രൂ ഇൻടു മില്യൺസ്, ദശലക്ഷമായിട്ട് ഈ നക്ഷത്രങ്ങൾ ആകാശത്ത് നിറഞ്ഞു. അവിടെ ദശലക്ഷമായിട്ട് നിറഞ്ഞു, വളർന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പെരുപ്പിച്ച് പറയുന്നത് കൊണ്ട് അവിടെ ഹൈപ്പർബലി എന്ന് പറയുന്ന അലങ്കാരം, ഫിഗർ ഓഫ് സ്പീച്ചാണ് അവിടെ വരുന്നത്. ഹൈപ്പർബലി, എന്തെങ്കിലും കാര്യം പെരുപ്പിച്ച് പറയുമ്പോൾ ഹൈപ്പർബലി വരും. അപ്പം നക്ഷത്രങ്ങൾ ആകാശത്ത് ദശലക്ഷമായി വളർന്നു. അപ്പോൾ ദശലക്ഷം എന്നുള്ളത് വലിയ പെരുപ്പിച്ചാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞാൽ അവിടെ ഹൈപ്പർബലിയാണ് വരുന്നത്. ഇനി അവിടെ സിമിലി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്കും ആസം, പോലെ എന്നുള്ള അർത്ഥം വരുന്ന വരികൾ സിമിലിയാണ്. അപ്പം ഈ വൃദ്ധ പുരോഹിതനോട് ആ മരിച്ച ആളുടെ ഭാര്യ പറഞ്ഞു, അച്ഛൻ വന്നിട്ട് പോയ ഉടനെ തന്നെ ഇയാള് വളരെ സന്തോഷത്തോടെ മരിച്ചു, ഒരു പക്ഷിയെ പോലെ ആഹ്ലാദത്തോടെ മരിച്ചു. ആസ് മെറി ആസ് എ ബേർഡ്, ആ വരിയാണ് അവിടെ ആസ് വരുന്നുണ്ട്. ആ വരി സിമിലിക്ക് ഉദാഹരണമാണ്. സിമിലിയുടെ ഉദാഹരണം വരുന്ന വരി എന്ന് പറയുന്നത് ആസ് മെറി ആസ് എ ബേർഡ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വൃദ്ധ പുരോഹിതന്റെ ഭാര്യയ്ക്ക് അതിശയം തോന്നിയത്, അച്ഛൻ വീണ്ടും വന്നോ എന്ന് ചോദിച്ചത്? കാരണം അച്ഛൻ്റെ അതേ രൂപസാദൃശ്യമുള്ള വേറൊരാള് ഈ ആള് മരിക്കുന്ന സമയത്ത് അവിടെ വന്ന് അന്തിമകർമ്മങ്ങൾ ചെയ്തു. അന്നേരം ഈ ഫാദർ ഗില്ലിഗൺ ഉറക്കത്തിലായിരുന്നു. അപ്പം ആ ഉറക്കത്തിലായിരുന്ന ആ വൃദ്ധ പുരോഹിതനെ ആരാണ് രക്ഷിച്ചത്? ദൈവം. ഉറങ്ങിപ്പോയ അച്ഛന് പകരം അച്ഛൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മറ്റൊരച്ഛനെ ആ മരിക്കുന്ന ആളിൻ്റെ അന്തിമ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ദൈവമാണ് അവിടെ അയച്ചത്. അപ്പം അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അച്ഛൻ രണ്ടാമതും വന്നപ്പോൾ അതിശയം തോന്നിയത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്രീസിയേഷൻ വരും. അപ്പം ആദ്യത്തെ സ്റ്റാൻസയിൽ ദ പോയം ഈസ് എ ബാലഡ് റിട്ടൺ ഇൻ 12 stanzas of 4 lines each. The rhyme scheme is ABCB. പിന്നെ റൈമിംഗ് വേർഡ്സ് എല്ലാ സ്റ്റാൻസയിലെയും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിലെ അവസാനത്തെ വാക്ക് എടുത്തെഴുതണം. പിന്നെ ആ കവിതയുടെ ഉള്ളടക്കം സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതണം. പിന്നെ തേർഡ് പാരഗ്രാഫിൽ ആലിട്രേഷൻ, അതുപോലെ അസണൻസ്, സിമിലി. പിന്നെ ഇതിൽ ഇമേജസ് ഉണ്ട്. വിഷ്വൽ ഇമേജസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. എന്താണ്? ഫാദർ ഗില്ലിഗൺ നോഡിങ് ഇൻ എ ചെയർ, റോക്കി ലെയിന്, ഫെന്ന്, അതുപോലെ എന്താണ് റൈഡിങ് എ ഹോഴ്സ്, പിന്നെ ഗ്രീൻ സോട്ട്സ്. ഇതെല്ലാം കവിത വായിക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിഷ്വൽ ഇമേജസിൽ വരുന്നതാണ്. ഓഡിറ്ററി ഇമേജസിൽ വരുന്ന കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് ഓപ്പണിംഗ് ഓഫ് ദ ഡോർ, ഭാര്യ മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ ഭാര്യ ഡോറ് തുറക്കുന്ന ശബ്ദം, ഓപ്പണിംഗ് ഓഫ് ദ ഡോർ. സ്പാരോ ചെറുപ്പ്, കുരുവികൾ ചിലയ്ക്കുന്ന ശബ്ദം. അതുപോലെ പ്രേയർ, ഫാദർ ഗില്ലിഗൺ പ്രാർത്ഥിക്കുന്ന സൗണ്ട്.
പിന്നെ ഷേക്കിംഗ് ഓഫ് ലീവ്സ് ഇൻ ദ വിൻഡ്, അതായത് കാറ്റത്ത് ഇലകൾ ഇളകി മറിയുന്ന ശബ്ദം. ഇതെല്ലാം ഓഡിറ്ററി ഇമേജസിൽ വരുന്നതാണ്. ബാക്കി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിഷ്വൽ ഇമേജസിലും വരും. അപ്പോൾ ഈ വിഷ്വൽ ഇമേജസ്, ആലിട്രേഷൻ, അസണൻസ്, സിമിലി, ഇതെല്ലാം ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതണം. ഇത്രയും ഒരു 3-4 പാരഗ്രാഫായിട്ട് വേണം ഇതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കവിത മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.